ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വെള്ളിയാഴ്ചയാണ്. നാളത്തെ ലക്ഷ്മി പൂജയെക്കുറിച്ച്, എങ്ങനെ ലക്ഷ്മി പൂജ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഞാനൊരു കമൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സ്വർണം പണയം വെച്ചിരിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ചെയ്ത് സഡനായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ചേച്ചി ഇട്ട കമൻറ്റാണിത്. അപ്പം ആ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു, ആധാരം തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പൂജ എന്താണ് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു പൂജയെപ്പറ്റി പറയാം. സ്വർണം പണയം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ അതേ പൂജ തന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ചെയ്താൽ മതി. അവിടെ ഒരു വ്യത്യാസം വരുന്നത്, സ്വർണത്തിന് പകരം നിങ്ങൾ പൈസ വെച്ചിട്ട് വേണം പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആധാരം തിരിച്ചെടുക്കാൻ നമുക്ക് വേണ്ടത് ധനമാണ്. നമ്മൾ എത്ര രൂപയ്ക്കാണോ പണയം വെച്ചിരിക്കുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് കയ്യിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആധാരം തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം സ്വർണം പണയം വെച്ച് തിരിച്ചെടുക്കാനായി നമ്മൾ സ്വർണം ഉപയോഗിക്കുന്നു. അതായത് സ്വർണം തന്നെ നമ്മൾ പൂജ ചെയ്യുന്നു. സ്വർണത്തെയാണ് അവിടെ നമ്മൾ ആകർഷിക്കുന്നത്. അപ്പം ആധാരം പണയം വെച്ചിരിക്കുന്ന ആ ഒരു ആധാരം തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ പണം വെച്ച് തന്നെയാണ് പൂജ ചെയ്യുന്നത്. ധനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുമൊന്നും വേണ്ട, ഒരുപാട് പൈസയൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചില്ലറകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ചില്ലറകളെല്ലാം കൂടി ആ ഒരു പച്ചരിയുടെ മുകളിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് പൈസ അങ്ങനെ വെക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചരിയുടെ മുകളിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചില്ലറകൾ വെക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് വെക്കാം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് 8 വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ഇപ്പം നിങ്ങൾ നോട്ടാണെന്നുണ്ടെങ്കിൽ നോട്ട് വെക്കാം. 10 രൂപയുടെ നോട്ടോ 20 രൂപയുടെ നോട്ടോ 100 രൂപയുടെ നോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ള നോട്ട് അത് എത്രയാണോ അത് വെച്ചാൽ മതിയാവും. അങ്ങനെ വെച്ച് നിങ്ങൾ പൂജ ചെയ്താൽ മതിയാവും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ 8 വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് വന്നു ചേരുകയും നിങ്ങളുടെ ആധാരം നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിലുള്ള തത്വമെന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ, എന്ത് വേണമോ അതിനെ വെച്ച് നമ്മൾ പൂജിക്കുമ്പോൾ അത് നമ്മളിലോട്ട് ആകർഷിക്കപ്പെടും. ധനമാണെന്നുണ്ടെങ്കിൽ ധനം വന്നു ചേരും, സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ സ്വർണം വന്നു ചേരും, വെള്ളിയാണ് എന്നുണ്ടെങ്കിൽ വെള്ളി വന്നു ചേരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലെ തത്വം. എന്തിനു വേണ്ടിയിട്ടാണ് പച്ചരി എല്ലാ പൂജകളിലും ഉപയോഗിക്കാൻ പറയുന്നത് എന്ന് ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. പച്ചരി എന്ന് പറയുന്നത് ആകർഷണശക്തി വളരെ മടങ്ങിയിട്ടുള്ള ചന്ദ്രഭഗവാന്റെ ധാന്യമാണ് ഈ ഒരു പച്ചരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പച്ചരി ഉപയോഗിക്കുന്നത്. നാളെ നമുക്ക് എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നാളെ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നാളെ 9:15 വരെ പഞ്ചമിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇന്നലെ പഞ്ചമി പൂജ ചെയ്യേണ്ടുന്ന വിധം 21 ഗ്രാമ്പൂ കൊണ്ട് എങ്ങനെ ചെയ്യണമെന്നത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പം 9:15 വരെ പഞ്ചമി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പഞ്ചമി വരുമ്പം നമ്മളിതിന് ശ്രീപഞ്ചമി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ശുക്രഹോര സമയത്ത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള ശുക്രഹോര സമയം, വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയുള്ള ശുക്രഹോര സമയം. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ശുക്രഹോര സമയത്ത് ചെയ്യേണ്ടുന്ന ഒരുപാട് പൂജകളെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ശുക്രഹോര സമയത്ത് അത് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പൂജ മറ്റൊരു ശുക്രഹോര സമയത്ത് ചെയ്യാം. അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു നേരം മാത്രമേ പൂജ ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൂജ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇതിപ്പം പൂജകളൊന്നും ചെയ്യാത്തവർ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോകൾ, ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോകളൊന്നും കാണാത്തവർക്കൊക്കെ ഈ ഒരു പൂജയും ചെയ്യാവുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾക്ക് ഈ ആഴ്ച നമ്മൾ പൂജ ചെയ്യുമ്പോൾ എവിടെയാണോ നിങ്ങൾ പൂജ ചെയ്യുന്നത് ആ ഒരു ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ ശ്രീം എന്ന് മാത്രം എഴുതും. ഇതിൻ്റെ പ്ലേറ്റ് കോപ്പറിൻ്റെ പ്ലേറ്റ് ഉപയോഗിക്കാം, വാഴയില ഉപയോഗിക്കാം. അങ്ങനെയല്ല ഒരു വുഡ് തടിയുണ്ടെങ്കിൽ അതെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ശ്രീമെന്ന് എഴുതാം. ശ്രീമെന്ന് എഴുതാനായിട്ട് ഇപ്രാവശ്യം ഇവിടെ വേണ്ടത് നമ്മൾക്ക് ഒരല്പം കുങ്കുമം, ഒരല്പം മഞ്ഞൾപ്പൊടി, അതിൽ പച്ചക്കർപ്പൂരം മാത്രം ഇടുക, വേറൊന്നും ഇടണ്ട. റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഇടാം, നിർബന്ധമൊന്നുമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ ജലം ഉപയോഗിച്ച് അതിനെ നിങ്ങൾക്ക് ചാലിച്ചിട്ട് നിങ്ങളുടെ
വലത് കൈയിലെ മോതിര വിരൽ കൊണ്ട് ശ്രീം എന്ന് എഴുതിയാൽ മതി. ശ്രീം എന്ന് എഴുതുമ്പോൾ നമ്മൾ മറ്റൊരു ചിന്തകളും പാടില്ല. നമ്മുടെ വീട്ടിലോട്ട് ധനവരവുണ്ടാകണം, സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വേണം നമ്മൾ ശ്രീം എഴുതിക്കൊണ്ടേയിരിക്കാൻ. അങ്ങനെ ശ്രീം എഴുതിയതിന് ശേഷം അതിനു ചുറ്റും വെള്ള കളറിലെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം. 8 വെള്ള കളർ പൂക്കളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി വെള്ള കളർ പൂക്കൾ ഇല്ല ചേച്ചി എന്ന് പറയുന്നവർക്ക് മറ്റെന്തെങ്കിലും പൂവ് എടുക്കാം. പക്ഷേ പൂവിൻ്റെ ഇതളുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ള കളർ പൂക്കൾ എന്ന് പറയുന്നത്. വെള്ള കളർ പൂക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ സീസൺ ആയതുകൊണ്ട് മുല്ലപ്പൂ എല്ലാവർക്കും കിട്ടും, അവൈലബിൾ ആണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വീട്ടിൽ വെളുത്ത വെള്ള കളറിലെ പൂവുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അതായത് ഗന്ധരാജൻ്റെ ചെറുത്, അതിൻ്റെ പേരെനിക്കത്ര പിടുത്തമില്ല, ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല പിച്ചി ഉണ്ടെങ്കിൽ പിച്ചിപ്പൂ എടുക്കാം. വെള്ള കളറിലെ എന്തൊരു പൂവും നിങ്ങൾക്കെടുക്കാം. സുഗന്ധം വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. സുഗന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോസപ്പൂവിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ പെർഫ്യൂം വാങ്ങിച്ച് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അത് പൂജയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. റോള് ചെയ്യുന്ന രീതിയിലുള്ള ജാസ്മിൻ്റെയൊക്കെ നമുക്ക് പെർഫ്യൂം മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എന്നിട്ട് ആ ഒരു സ്ട്രീമിന് ചുറ്റുമായിട്ട് നമ്മളിത് വട്ടത്തിൽ വെക്കണം, ഈ 8 എണ്ണവും. മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വെച്ചിട്ട് അതിന് മുൻപിലായിട്ട് ഇത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അമ്മയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നന്നായിട്ട് തുടച്ച് അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ചകളിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ചിലർക്ക് വിഗ്രഹങ്ങൾ അഭിഷേകം ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ആ വിഗ്രഹം നന്നായിട്ട് തുടച്ചിട്ട് മഞ്ഞൾ കുങ്കുമം പുതിയ പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് ആഭരണങ്ങളൊക്കെ ഇടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഇട്ട് കഴിവതും നല്ല പൂക്കൾ കൊണ്ട് അമ്മയെ അലങ്കരിച്ചാൽ മതിയാകും. ഫോട്ടോയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. ശേഷം അമ്മയ്ക്ക് മുൻപിൽ നിങ്ങൾ നിലവിളക്കാണെന്നുണ്ടെങ്കിൽ നിലവിളക്ക്, അഷ്ടലക്ഷ്മി വിളക്കാണെങ്കിൽ അങ്ങനെയല്ല, മൺവിളക്കാണെങ്കിൽ എന്താണോ നിങ്ങൾ വെള്ളിയാഴ്ച പൂജ ചെയ്യുമ്പം കൊളുത്തുന്നത് ആ ഒരു വിളക്കും കൂടി അമ്മയ്ക്ക് മുൻപിൽ നിങ്ങൾ കൊളുത്തി വെക്കേണ്ടതാണ്. അതിനുശേഷം ശ്രീം എഴുതുക. ശ്രീമിന് ചുറ്റും 8 പുഷ്പങ്ങളും വട്ടത്തിൽ വെക്കുക. അതിനുശേഷം 8 തവണ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി അർച്ചന ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ടാണ് എന്ന് തോന്നും, ഒരിക്കലുമല്ല. മഹാലക്ഷ്മി അഷ്ടകം 8 തവണ ചൊല്ലാൻ, ഒരു തവണ ചൊല്ലാൻ 1 മിനിറ്റിൻ്റെ ആവശ്യമേ നിങ്ങൾക്ക് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ 8 മിനിറ്റ്, കൂടിപ്പോയാൽ 10 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും വരില്ല. അപ്പം 8 തവണ മഹാലക്ഷ്മി അഷ്ടകം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഇതാണ് മഹാലക്ഷ്മി അഷ്ടകം. 1 തവണ ചൊല്ലിക്കഴിയുമ്പം 1 പൂക്കൾ കൊണ്ട് ആ ശ്രീമിനെ അർച്ചന ചെയ്യുക. അതായത് മഹാലക്ഷ്മി അഷ്ടകം ഒരൊറ്റ തവണ ചൊല്ലുക, ഒരു ലൈനല്ല. അതായത് നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ചൊല്ലിയിട്ടല്ല നമ്മൾ അർച്ചന ചെയ്യേണ്ടത്. പകരം 1 തവണ മഹാലക്ഷ്മി അഷ്ടകം മുഴുവൻ ചൊല്ലിയതിന് ശേഷം 1 പൂവ് ആ ഒരു ശ്രീമിന് നമ്മൾ സമർപ്പിക്കുക. പൂവാകാം, പൂവിൻ്റെ ഇതളുകളാകാം. ഇവിടെ പൂവിൻ്റെ ഇതളെടുക്കാം. നിങ്ങൾക്ക് താമരപ്പൂ കിട്ടുമെങ്കിൽ അതിൻ്റെ ഇതളെടുക്കാം, റോസാപ്പൂവിൻ്റെ ഇതളെടുക്കാം. അതെല്ലാം മുല്ലപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതെടുക്കാം, തുളസിയില എടുക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂവളത്തിൻ്റെ ഇല എടുക്കാം. എന്താണോ കിട്ടുന്നത് അത് വെച്ച്, ഈവൻ നെല്ലിയിലയാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത് സമർപ്പിക്കുക. വീണ്ടും 2ാമത് ചൊല്ലുക, ഇല സമർപ്പിക്കുക അല്ലെങ്കിൽ പൂ സമർപ്പിക്കുക. അങ്ങനെ 8 തവണയും ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കുക. ചന്ദന കുഴമ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചന്ദനക്കുഴമ്പിൽ മുക്കി തന്നെ സമർപ്പിച്ചാൽ വളരെ പെട്ടെന്ന് സഡനായിട്ട് നമുക്ക് ഫലം കിട്ടുന്നതായിരിക്കും. ചന്ദനക്കുഴമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം അമ്മയ്ക്ക് ദീപധൂപ ആരതി എടുക്കുക. ദീപധൂപ ആരതി എടുത്തതിന് ശേഷം നിവേദ്യ സമർപ്പണമാണ്. എന്ത് നിവേദ്യവും നിങ്ങൾക്ക് നാളെ സമർപ്പിക്കാം. വെറ്റില, പാക്ക്, പഴം, അതേപോലെ തന്നെ പാൽപ്പായസം, പാലിൽ ഏലക്കാപ്പൊടി ഇട്ടത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര പൊങ്കൽ ഉണ്ടാക്കി വെക്കാം. അതല്ല മാതള നാരങ്ങയിൽ തേൻ ഒഴിച്ചാണെങ്കിൽ അങ്ങനെ വെക്കാം. എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ആ ഒരു കാര്യം വെച്ചാൽ മതിയാകും. ഇനി പൂക്കളൊന്നും കിട്ടാത്തിടത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ഏലക്ക എടുത്ത് ഓരോ തവണയും ഓരോ ഏലക്ക, അതായത് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുമ്പം ഓരോ ഏലക്ക സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിക്ക് ഏലക്കാമാല ചാർത്തുന്നതിനെക്കുറിച്ച്
ഒരു 3 പേരെനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എത്ര എണ്ണമാണെന്നുള്ളത്. 27, 54, 108 അതാണ് കണക്ക്. 27 ഏലയ്ക്ക കൊണ്ട് അമ്മയ്ക്ക് മാല കെട്ടി സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ചതിന് ശേഷം അതൊരു മാസം അവിടെ കിടന്നോട്ടെ, അടുത്ത മാസം എടുത്ത് മാറ്റിയാൽ മതിയാവും. എടുത്ത് മാറ്റുമ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോട് കളഞ്ഞിട്ട് അതിനകത്ത് കുരുവെടുത്തിട്ട് നമുക്ക് പൊടിക്കാം. പൊടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ നോൺ വെജ് അല്ലാത്ത വെജ് ചായക്കകത്തിട്ട് കുടിക്കാനോ അതല്ല നിവേദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സമർപ്പിക്കാനോ അങ്ങനെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് കാൽപ്പെടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ മതിയാവും. അങ്ങനെ നിവേദ്യ സമർപ്പണവും കഴിഞ്ഞതിന് ശേഷം കർപ്പൂര ആരതി എടുക്കുക. കർപ്പൂര ആരതിയും എടുത്ത് അമ്മയോട് എൻ്റെ ഈ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കണം എന്ന് മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ 3 ശുക്രഹോര സമയങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. അതായത് ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 9 മണി വരെ, വൈകിട്ട് 5:30 മുതൽ രാത്രി ഒരു 9 മണിക്കുള്ളിൽ ചെയ്താൽ മതിയാവും. എപ്പോൾ ചെയ്താലും നമുക്ക് ഫലം കിട്ടും. ശുക്രഹോരയിൽ ചെയ്യുമ്പോൾ ഫലം കൂടുതലായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് മുൻപ് വീട് വൃത്തിയാക്കാനും പടിപൂജ ചെയ്യാനും വാതിലിൽ സ്വസ്തിക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ സാമ്പ്രാണി പുക കാണിക്കാനും നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങാനും ഒന്നും മറക്കരുത്. ഇവയെല്ലാം ഒന്നിച്ച് ചേർന്ന് ശുക്രഭഗവാൻ ഒരു അരുളോടുകൂടി ശുക്രഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടു കൂടി നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയ്ക്ക് 100-ൽ 100% വിജയമുണ്ടായി നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കും. അപ്പം എല്ലാവരും മറക്കാതെ നാളെ ലക്ഷ്മി പൂജ ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.